പിന്നെ ഒരു കാര്യം പറയട്ടെ, ചടങ്ങുകൾ മാക്സിമം സിമ്പിളായിട്ട് നടത്തുന്നതാണ് ഞങ്ങൾക്ക് താല്പര്യം. പറഞ്ഞല്ലോ, വലിയ ആർഭാടങ്ങളിലൊന്നും താല്പര്യമില്ലാത്തവരാ ഞങ്ങള്. ആയിക്കോട്ടെ. അല്ല, അവിടുന്ന് എല്ലാവരും കൂടി എത്ര പേരുണ്ടാവും? ഞങ്ങള് 3 പേരടക്കം ഏറിയാൽ ഒരു 10 പേരുണ്ടാവും. അതിനപ്പുറം എന്തായാലും പോവില്ല. ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു 10-15 പേർ അത്രേ ഉണ്ടാവുള്ളൂ. അത് മതിയെന്നേ, അതിന്റെ ആവശ്യമല്ലേ ഉള്ളൂ. എന്നാ പിന്നെ നമുക്കിറങ്ങിയാലോ? അപ്പോ ഞങ്ങൾ ഇറങ്ങുന്നു. അശ്വതിയും കൂടി വന്നിട്ട് എന്തൊക്കെ എങ്ങനെയൊക്കെ വേണമെന്ന് ഞങ്ങളൊന്ന് പ്ലാൻ ചെയ്തിട്ട് കിഷോറിനെ വിളിക്കാം. മതി, ധൃതിയില്ല. അപ്പൊ ശരി. ആരൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എത്തിയല്ലോ കൂട്ടുകാരികള്. ഏത് നേരവും ഇവർ ഒരുമിച്ച് തന്നെയാണല്ലേ? വാമാളു, ഇവിടം വരെ വന്നിട്ട് മാളുവിനെ കണ്ടില്ലല്ലോ എന്നൊരു സങ്കടം ഉണ്ടായിരുന്നു. ഇപ്പൊ അത് മാറിക്കിട്ടി. മിസ്റ്റർ അപ്പു എന്തു പറയുന്നു? സുഖം. അതെ, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനിടയിലേക്ക് ഞങ്ങൾ വീട്ടുകാരുടെ അനുമതിയോടെ ഒരാൾ കൂടി കടന്നു വരാൻ പോവുകയാണ് കേട്ടോ. ആ പുള്ളിക്കാരനോട് ലേശ സ്പേസ് ഇട്ടേക്കണേ. അതെ, കോഴ്സും എക്സാമും ഒക്കെ കഴിഞ്ഞ് വേഗം ഞങ്ങളുടെ വീട്ടിലേക്ക് വരാൻ റെഡിയായിക്കോ കേട്ടോ. അതിനുള്ള എഗ്രിമെന്റ് ഒക്കെ ഞങ്ങൾ തമ്മിൽ ഒപ്പിട്ട് കഴിഞ്ഞു. ഈ വരുന്ന 12-നാണ് എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപർണേ, ദേ നോക്കിയേ, എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്ത കാര്യം പറഞ്ഞപ്പോ ഒരാൾ ആകെ നെർവസ് ആയി പോയത് കണ്ടോ? പേടിക്കണ്ട, ഇപ്പൊ നിശ്ചയമേ തീരുമാനിച്ചിട്ടുള്ളൂ. കല്യാണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോഴ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അരുണുമായിട്ട് കമ്പനി കൂടാൻ ഒരുപാട് സമയമുണ്ട്. ദേ, ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ പറയും. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ മുരളിയേട്ടാ. ശരി. അമ്മേ. ഓ, പോയിട്ടോ മക്കളെ. ശരി ശരി എന്നാ. ബൈ. അടുത്ത ആഴ്ച കഴിഞ്ഞ് അവര് ഗൾഫിലോട്ട് തിരിച്ചു പോവുക. അതിനു മുമ്പ് നിശ്ചയം നടത്തണമെന്ന് അവർക്ക് ഒരേ നിർബന്ധം. എന്നാ പിന്നെ അങ്ങനെ ആകട്ടെ എന്ന് ഞങ്ങളും അങ്ങ് വിചാരിച്ചു. ഈ ഞായറാഴ്ച ഒരു ചെറിയ ഫംഗ്ഷനായിട്ട് എൻഗേജ്മെന്റ് അങ്ങ് നടത്താമെന്ന് വെച്ചു. വൈകിട്ട് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ബിപിയോട് പറയണമല്ലോ. ചെല്ല. കൊച്ചമ്മയ്ക്ക് അത്ര പിടിച്ചില്ലെന്ന് തോന്നുന്നു. ഇനി ഇവിടുത്തെ കൊച്ചിന്റെ ചെവിയിൽ എന്തെങ്കിലും കൊനഷ്ട് പറഞ്ഞു കൊടുക്കുമായിരിക്കും. വല്ലാത്ത സാധനം തന്നെ.
അച്ഛാ, ഇതെന്റെ പേഴ്സണൽ ഡയറിയാ. ഓ സോറി, ഞാനത് അറിഞ്ഞില്ലായിരുന്നു. സോറി ഡിയ. അച്ഛനെന്താ ഈ റൂമില്? ഞാൻ വെറുതെ ഒന്ന് കയറി നോക്കിയെന്നേ ഉള്ളൂ. നിനക്ക് ഈ റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടൂടെ? പോ, ദേ ഡ്രസ്സൊക്കെ ഇങ്ങനെ വാരി വലിച്ചിടാതെ ഭംഗിയായിട്ട് മടക്കി വെച്ചൂടെ? നിനക്ക് വയ്യെങ്കിൽ അമ്മയോട് പറഞ്ഞാൽ മതിയല്ലോ. അല്ല, ഇത് നിന്റെ സാരിയാണോ? അതിന് നീ ഇങ്ങനെയുള്ള ഡ്രസ്സൊന്നും യൂസ് ചെയ്യാറില്ലല്ലോ. അത് മാളുവിന്റെ സാരിയാ. ഓ, ഇതെങ്ങനെ ഇവിടെ വന്നു? ഞാനൊരു ആവശ്യത്തിന് വേണ്ടി വാങ്ങിയതാ. ഓക്കെ. ഈ കണ്ണാടിയിലൊക്കെ എന്താ ഇങ്ങനെ വരച്ചിട്ടിരിക്കുന്നത്? അച്ഛാ, എന്റെ റൂമിൽ മറ്റാരും കയറുന്നത് എനിക്കിഷ്ടമല്ല, പ്രത്യേകിച്ച് ഞാനില്ലാത്തപ്പോ. സോറി മോളെ. ചായ. ബിപി, എനിക്കല്പം സംസാരിക്കണം. ശരിക്കും എന്താ അപ്പുവിന്റെ പ്രോബ്ലം? എന്ത് പ്രോബ്ലം? അവക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതെന്താണെന്ന് വിപിക്ക് അറിയാം. അറിഞ്ഞിട്ടും അത് എന്നോട് പറയാതിരിക്കുക. ഞാൻ അവളുടെ അമ്മയല്ലേ? എന്താണ് അപ്പുവിന്റെ പ്രശ്നമെന്ന് അറിയാനുള്ള അവകാശം എനിക്കില്ലേ? പിന്നെന്താ എന്നിൽ നിന്ന് വിപി അതൊക്കെ മറച്ചു വയ്ക്കാൻ നോക്കുന്നത്? എന്താണെങ്കിലും എന്നോട് പറയുന്നേ. ഒന്നുമില്ല ഗീത, ഞാനെന്തിനാ തന്നിൽ നിന്ന് അങ്ങനെ മറച്ചു വെക്കുന്നത്? നത്തിങ്. ഒക്കെ തന്റെ വെറും സംശയങ്ങളാ. അല്ല, അപ്പുവിന്റെ കാര്യത്തില് വിപിയുടെ മനസ്സിന് എന്തോ അലട്ടുന്നുണ്ട്. അതുകൊണ്ടാ വിപി അപ്പു ഇല്ലാത്തപ്പോ അവളുടെ റൂം ചെക്ക് ചെയ്തത്. ശരിയല്ലേ? അവള് നമ്മളിൽ നിന്ന് എന്തോ ഒളിക്കുന്നുണ്ടല്ലേ? എന്റെ മനസ്സിലും അങ്ങനെ ഒരു സംശയം തോന്നി തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. പക്ഷെ ഒന്നും അങ്ങോട്ട് ഉറപ്പിക്കാനാകുന്നില്ല. വിപി, അവൾക്ക് വേറെ ആരോടെങ്കിലും അഫെയറോ മറ്റോ ഉണ്ടോ? അതായത് ഞാൻ ഉദ്ദേശിച്ചത് ആരെങ്കിലുമായിട്ട് ഒരു ലവ് ഫെയിലിയർ, അങ്ങനെ എന്തെങ്കിലും. എന്താ തനിക്ക് അങ്ങനെ ഒരു സംശയം തോന്നാൻ? എന്താ അങ്ങനെ തോന്നാൻ ചോദിച്ചാൽ, അപ്പൂന്റെ ചില നേരത്തെ പെരുമാറ്റം, പിന്നെ പെട്ടെന്നൊരു കാരണവുമില്ലാതെ ദേഷ്യപ്പെടൽ, പിണങ്ങി ഇറങ്ങിപ്പോക്ക്, അന്ന് കോളേജിൽ സംഭവിച്ചതുപോലെ വയലൻസ്, അങ്ങനെ എല്ലാം കണക്ട് ചെയ്ത് നോക്കുമ്പോ അവക്ക് എന്തൊക്കെയോ ഫ്രസ്ട്രേഷൻ ഉണ്ടെന്ന് തോന്നുന്നു. സാധാരണഗതിയിൽ ഒരു റിലേഷൻ ബ്രേക്കപ്പ് ആവുമ്പോഴാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിക്കുക. അന്ന് കോളേജിൽ സംഭവിച്ചതുപോലെ വയലൻസ്, അങ്ങനെ എല്ലാം കണക്ട് ചെയ്ത് നോക്കുമ്പോ അവക്ക് എന്തൊക്കെയോ ഫ്രസ്ട്രേഷൻ ഉണ്ടെന്ന് തോന്നുന്നു. സാധാരണഗതിയിൽ ഒരു റിലേഷൻ ബ്രേക്കപ്പ് ആവുമ്പോഴാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിക്കുക. പക്ഷേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാളു അറിയേണ്ടതല്ലേ? പക്ഷെ മാളുവിനോട് ചോദിച്ചിട്ടും
ഒരു കാര്യം ഉറപ്പാണ് വി പി, കുട്ടികൾ എന്തോ ഒളിക്കുന്നുണ്ട് നമ്മളിൽ നിന്ന്. അതിനെക്കുറിച്ച് എന്തൊക്കെയോ ചിലത് വി പിക്കും അറിയാം. അത് വി പി എന്നിന്ന് മറച്ചു വയ്ക്കുന്നു. എന്തുണ്ടെങ്കിലും എന്നോട് പറയുന്നേ. ഞാൻ അറിയുന്നുണ്ട്, എന്താ കുഴപ്പം? പ്ലീസ്. ഏയ്, അങ്ങനെ നിന്നെ അറിയിക്കാൻ മാത്രം എനിക്കും വ്യക്തമായ ധാരണയൊന്നും ഇല്ലടോ. തന്നെ പോലെ തന്നെ അപ്പുവിൻ്റെ കാര്യത്തിൽ എനിക്കും ചില സംശയങ്ങളുണ്ട്. 1-2 തവണ അതേപ്പറ്റി ഞാൻ അവളോട് ചോദിച്ചതുവാ. എന്നോട് ഷെയർ ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാവും അപ്പോൾ ഒഴിഞ്ഞു മാറുന്നത്. എന്തെങ്കിലും സൂചന കിട്ടിയാലോന്ന് വിചാരിച്ചിട്ടാ സത്യം പറഞ്ഞാൽ ഞാൻ അവളുടെ റൂമൊന്ന് സെർച്ച് ചെയ്ത് നോക്കാമെന്ന് വെച്ചത്. അതിപ്പോൾ ഇങ്ങനെയായി. നമുക്ക് അവളോട് നേരിട്ട് ചോദിച്ചാലോ? വി പി അച്ഛൻ മാത്രമല്ലല്ലോ, അവളുടെ ഫ്രണ്ട് കൂടെയല്ലേ. വേണ്ടടോ, ഇപ്പം അവൾ ആകെ ഡിസ്റ്റർബ്ഡാ. ഈ സമയത്ത് അവളെ കൂടുതൽ പ്രഷറൈസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ശരി. ആ, വാ മുരളി, അകത്തേക്ക് വാ. ഇരിക്കും. വി പിക്ക് ഇന്ന് ക്ലാസ്സില്ലായിരുന്നോ? ഇന്ന് ഈവനിങ് ബാച്ചിനേ ഉള്ളൂ. ആ, അശ്വതിയുടെ ലീവ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന കാര്യം എന്തായി? അത് ഇന്നാ സാങ്ഷനായി കിട്ടിയത്. 15 വരെ എക്സ്റ്റെൻഡ് ചെയ്തു. ആ, അതെന്തായാലും കാര്യമായി. നിങ്ങൾ സംസാരിക്കുക, ഞാൻ ചായ എടുക്കാം. ഇപ്പൊ ഒന്നും വേണ്ട. ഞാൻ രണ്ടുപേരോടുമായി ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വന്നതാ. മാളുവിന്റെ എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്തു. ഈ വരുന്ന 12th നടത്താനാണ് തീരുമാനം. 12th എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ അധികം ദിവസമില്ലല്ലോ മുരളി. അതെ, ഈ വരുന്ന ഞായറാഴ്ചയാ. എന്താ ഇപ്പോൾ ധൃതി പിടിച്ച് ഇങ്ങനൊരു തീരുമാനം? അത് പിന്നെ അടുത്ത ആഴ്ച തന്നെ കിഷോറിന് ദുബായിലേക്ക് തിരിച്ചു പോണം. അതിനു മുമ്പ് ഇതങ്ങ് നടത്തിയേക്കാമെന്ന് വെച്ചു. അങ്ങനെ വലിയ ചടങ്ങായിട്ടൊന്നുമില്ല കേട്ടോ. ഏറ്റവും വേണ്ടപ്പെട്ട ബന്ധുക്കളും പിന്നെ നമ്മൾ മാത്രം. അരുണിന്റെ വീട്ടുകാർക്കും അതാ താല്പര്യം. നന്നായി നടക്കട്ടെ. കല്യാണം എന്നത്തേക്കാന്ന് വല്ലതും? അതെന്തായാലും കോഴ്സ് കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. എന്ന് വെച്ച് അധികം താമസമൊന്നും ഉണ്ടാവില്ല. അപ്പോ ചടങ്ങിന് രണ്ടുപേരും ക്ഷണിക്കാനാ ഞാൻ വന്നത്. നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ഫോർമാലിറ്റിയുടെ ആവശ്യമില്ലല്ലോ മുരളി. അതെ, ഞങ്ങൾ മുന്നിട്ട് നിന്ന് നടത്തി തരേണ്ടവരല്ലേ. ചടങ്ങ് എത്ര ചെറുതായാലും നമുക്ക് നമ്മുടേതായ ചില തയ്യാറെടുപ്പുകൾ വേണമല്ലോ. അശ്വതിക്കും മുരളിക്കും ഈ തിരക്കിനിടയിൽ അതൊന്നും ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ഞങ്ങളെന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി. ഇനിയിപ്പോൾ അതിനു വേണ്ടി 2 ദിവസത്തെ ക്ലാസ് മാറ്റി വെക്കേണ്ടി വന്നാലും സാരമില്ല. മാളുവിന്റെ കാര്യമല്ലേ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല വീട്ടി. രണ്ടുപേരും ചടങ്ങിന് വന്ന് സഹകരിച്ചാൽ മാത്രം മതി. ബാക്കി എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തു കഴിഞ്ഞു. ഓക്കെ. ഗീതയെ പ്രത്യേകം വിളിക്കാൻ അശ്വതി ഇങ്ങോട്ട് വരുന്നുണ്ട്. ഓ, അതിന്റെ ആവശ്യം എന്താ മുരളി? മുരളി പറഞ്ഞല്ലോ, അത് തന്നെ ധാരാളം. അതെ അതെ, ഇനിയിപ്പോൾ ആരും ക്ഷണിച്ചില്ലെങ്കിൽ തന്നെ വരേണ്ട കടമ ഞങ്ങൾക്കുണ്ടല്ലോ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. പോയിട്ട് കുറച്ച് തിരക്കുണ്ടേ. ഇനിയിപ്പോൾ അധികം ദിവസങ്ങളില്ലല്ലോ. ശരി. 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 എല്ലാവരും വല്ലാതെ മാറിപ്പോയിരിക്കുന്നു അല്ലേ വി പി? ഒരു വീട് പോലെ കഴിഞ്ഞവർ ഇപ്പൊ വെറും അയൽക്കാർ മാത്രമായി. അപ്പുവിന്റെ കാര്യം ഒന്ന് ചോദിച്ചത് കൂടിയില്ല മുരളി. സാരമില്ലടോ, മാറ്റം നല്ലതല്ലേ. ബന്ധങ്ങളെന്ന് പറഞ്ഞാൽ അങ്ങനെയാ. പുതിയതിന് തിളക്കം കൂടുന്തോറും പഴയതിൻ്റെ നിറം മങ്ങിക്കൊണ്ടിരിക്കും.
ചെറിയ ചടങ്ങായിട്ട് നടത്താനാ തീരുമാനം. ബന്ധുക്കളെ എല്ലാവരെയും വിളിക്കാന്ന് വെച്ചാൽ നടക്കില്ല. അതുകൊണ്ട് വീട്ടുകാർ മാത്രമായിട്ടൊരു ചടങ്ങ്, അത്രേ ഉള്ളൂ. ഒരിക്കൽ മാത്രം. തീർച്ചയായിട്ടും. കല്യാണത്തിന് നിന്നെ വിളിക്കാതിരിക്കയോ? ആ ശരി. മോള് വാവിട്ട് കരഞ്ഞു. ബാങ്കിലെ ആനിയാ. എന്റെ അമ്മേ, ആ TV നിർത്തിയിട്ട് വന്ന് കഴിക്ക്. ഞങ്ങൾ പോയത് കാര്യമൊക്കെ ശരി തന്നെ. ചടങ്ങ് എത്ര ചുരുക്കി നടത്തിയാലും വേണ്ടപ്പെട്ടവരെ വിളിക്കാതിരിക്കുന്നത് മോശമല്ലേ മുരളി? എങ്ങനെ പോയാലും ഒരു 10-100 പേരെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും. 100 പേരോ? അമ്മ എന്താ ഈ പറയുന്നേ? അതൊന്നും പറ്റില്ല. ഏറിയാൽ ഒരു 25. അതിനപ്പുറം ആൾക്കാർ വേണ്ട. കിഷോർ പറഞ്ഞത് അമ്മയും കേട്ടതല്ലേ? പറയുമ്പോ അതൊക്കെ പറയും എന്ന് വെച്ച് കൂട്ടത്തിലുള്ളവരെ കണ്ടില്ലെന്ന് വെക്കാൻ നമുക്ക് പറ്റുമോ മുരളി? ബന്ധത്തിൽപ്പെട്ടവരെയൊക്കെ കല്യാണത്തിന് വിസ്തരിച്ച് വിളിക്കാലോ. ഇതിപ്പോ ഇങ്ങനെ അങ്ങ് പോട്ടെ അമ്മേ. മുരളിയേട്ടന്റെ ചെറിയച്ഛനോടൊന്ന് പറയണം. പിന്നെ മംഗലത്തെ സുമതി വല്യമ്മയോടും. അതുപോരെ മുരളിയേട്ടാ? ധാരാളം. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ സതിയേട്ടത്തിയെയും ഭാസ്കരമാമയും. ആഹാ, അപ്പൊ പിന്നെ കുരുമ്പയിലെ ജനാർദ്ദനൻ ചേട്ടനെ വിളിക്കണ്ടായോ? അവിടെ വിളിക്കാൻ ചെല്ലുമ്പോ സരസ്വതി അമ്മായിയുടെ വീട്ടിൽ വിളിക്കാതിരിക്കാൻ പറ്റുമോ? തൊട്ടടുത്തല്ലേ വീട്. ഇങ്ങനെ പോയാ ലിസ്റ്റ് നീണ്ടു പോയേ ഉള്ളൂ. ഞാൻ പറയുന്നത് ആരെയും നിശ്ചയത്തിന് വിളിക്കേണ്ടെന്നാ. കാരണവ സ്ഥാനത്തുള്ള അത്യാവശ്യം 1-2 പേര്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഒടുക്കം തമ്മി കാണുമ്പോ ബന്ധുക്കൾ മുഖം വീർപ്പിച്ച് നടക്കാനുള്ള ഇടയാക്കരുത്. അങ്ങനെ ഒരു പരാതി വരാതിരിക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ ആരെയും ക്ഷണിക്കുന്നില്ല എന്ന് വെച്ചത്. പെണ്ണിന്റെയും ചെറുക്കന്റെയും വീട്ടുകാർ മാത്രമായ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. മാളു വാ. മാളു, ഞങ്ങൾ നിന്റെ എൻഗേജ്മെന്റിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അരുണിന്റെ ബ്രദറിൻ ലോയ്ക്കും സിസ്റ്ററിനും ചടങ്ങ് സിമ്പിളായിട്ട് മതിയെന്ന അഭിപ്രായം. പക്ഷേ ഇവിടെ നിന്റെ മുത്തശ്ശിക്കും അമ്മയ്ക്കും ചടങ്ങ് വിശാലമാക്കണമെന്നാണ് അഭിപ്രായം. എന്താ കല്യാണ പെണ്ണിന്റെ ആഗ്രഹം? അതും അറിയണമല്ലോ. പറ മോളെ, നീ പറഞ്ഞ നിന്റെ അച്ഛൻ സമ്മതിക്കും. എന്താ മാളു? ഈ ചടങ്ങ് തന്നെ ഒഴിവാക്കിക്കൂടെ അച്ഛാ? ഇപ്പൊ എന്തിനാ ഇങ്ങനെ? എന്താ നിനക്കിപ്പോ അങ്ങനെ തോന്നാൻ? ആരെ ബോധിപ്പിക്കാനാ ഇപ്പോ ഈ എൻഗേജ്മെന്റ് തീരുമാനിച്ചിരിക്കുന്നത്? അരുണിനോടും അയാളുടെ ഫാമിലിയോടും അച്ഛൻ ഉറപ്പ് കൊടുത്തില്ലേ? പിന്നെ എന്തിനാ ഒരു ചടങ്ങ്? കോളേജിലൊക്കെ അറിഞ്ഞാ എല്ലാരും എന്നെ കളിയാക്കും. അല്ലേ, ഇത് നല്ല കഥയായിപ്പോയല്ലോ. നിശ്ചയവും കല്യാണവും എന്നൊക്കെ പറയുന്നത് പെങ്കൊച്ചുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാ. അതിന്റെ പേരിൽ ആരാ നിന്നെ കളിയാക്കാൻ വരുന്നത് എന്നാതൊന്നും അറിയണമല്ലോ. പിന്നെ ആണുമല്ല പെണ്ണുമല്ല എന്ന കോലത്തിൽ നടക്കുന്ന ചിലർക്ക് ഇതൊന്നും അത്ര പിടുത്തമല്ലായിരിക്കും. അതൊന്നും മോള് കാര്യാക്കാൻ പോകണ്ട. എൻഗേജ്മെന്റ് എന്തായാലും നടത്തിയേ പറ്റൂ. അരുണിന്റെ വീട്ടുകാരോട് ഞാൻ വാക്കു പറഞ്ഞതാ. ഇനി ഇത് വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല. ഫ്രണ്ട്സ് കളിയാക്കുന്നുള്ള പേടിയൊന്നും വേണ്ട. ഇതൊന്നും ആരും അങ്ങനെ അറിയാൻ പോകുന്നില്ല. ഫ്രണ്ട്സിനോടൊന്നും തൽക്കാലം ഇതൊന്നും ഷെയർ ചെയ്യണ്ടെന്ന് നീ അരുണിനോട് വിളിച്ചു പറഞ്ഞേക്ക്. ആ എടി കഴിച്ചിട്ട് പോവാൻ. ഞാൻ പിന്നെ കഴിച്ചോളാം.